പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തിയിരിക്കുന്നു. കൊച്ചിയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തി. അതിനുശേഷം പ്രത്യേക ഹെലികോപ്റ്ററിൽ നാവികസേന ആസ്ഥാനത്തേക്ക് എത്തിച്ചേരും. തുടർന്നായിരിക്കും റോഡ് ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുക. രാഗിനുണ്ട്. രാഗിൻ, മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്നാണല്ലോ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. എത്ര സമയത്തിനകം ഇനി ഈ പറയപ്പെടുന്ന നേരത്തെ നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? നെടുമ്പാശ്ശേരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു. അവിടുന്ന് ഹെലികോപ്റ്റർ മാർഗം ദക്ഷിണ നാവികസേന ആസ്ഥാനത്ത് നേവൽ എയർപോർട്ടിലേക്ക് അദ്ദേഹം വരും. അവിടെ നിന്ന് കാർ മാർഗം ഇത് 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇവിടെ എത്തും. അതിനുശേഷം കാർ മാർഗം നേരെ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് ജംഗ്ഷനിലേക്ക് അദ്ദേഹം വരും. തുടർന്നാണ് റോഡ് ഷോ ആരംഭിക്കുക. മനസ്സിലാക്കാൻ കഴിയുന്നത് 7:30 റോഡ് ഷോ ആരംഭിക്കും എന്നതാണ്. ഒരു അരമണിക്കൂർ മാത്രമേ റോഡ് ഷോയുടെ സമയമെടുക്കുകയുള്ളൂ. കാരണം ഒരു 1.25 കിലോമീറ്റർ പരമാവധി അത്രയും മാത്രമേ ദൂരമുള്ളൂ. മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് ജംഗ്ഷനിൽ തുടങ്ങി പോസ്റ്റ് ഓഫീസ് വഴി അതോടൊപ്പം തന്നെ ഈ ഹോസ്പിറ്റൽ ജംഗ്ഷൻ ചുറ്റി നേരെ ഗസ്റ്റ് ഹൗസിന് സമീപം ഈ റോഡ് ഷോ അവസാനിക്കും. ഈ വഴിയിലാണ് പ്രവർത്തകർ ഇപ്പോൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത്. രാത്രിയിലാണ് റോഡ് ഷോ നടക്കുന്നത്. അതുകൊണ്ട് വഴിയുടെ ഇരുവശവും വലിയ ദീപാലങ്കൃതമായിട്ടുണ്ട്. ഒപ്പം വലിയ പോലീസ് സന്നാഹവും നിലയുറപ്പിച്ചിട്ടുണ്ട്. കാരണം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. കാരണം രാത്രിയാണ് ഈ റോഡ് ഷോ നടക്കുന്നത് എന്നത്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ റോഡ് ഷോയുടെ ഭാഗമായി വലിയ ഒരു പ്രവർത്തക സംവിധാനത്തെ ഇവിടേക്ക് എത്തിക്കാൻ BJP നേതൃത്വം തന്നെ നേരിട്ട് ഇടപെട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടുതൽ പ്രവർത്തകർ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. റോഡ് ഷോ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കും. നേരത്തെ ഇവിടെ കണ്ടതാണ് നമ്മൾ യുവം പരിപാടിക്ക് അദ്ദേഹം എത്തിയപ്പോൾ അവിടെ നിന്ന് നടന്നാണ് കുറച്ചു ദൂരം നീങ്ങിയത്. ഒരുപക്ഷെ അങ്ങനെ നടക്കാം. എന്തായാലും തുറന്ന വാഹനം സജ്ജമാണ്. ആ വാഹനത്തിൽ നിന്നിറങ്ങി പ്രധാനമന്ത്രി അല്പദൂരം നടക്കാനുള്ള സാധ്യതകളുമുണ്ട്. എന്തായാലും അത് പ്രധാനമന്ത്രിയുടെ തീരുമാനത്തിന് വിധേയമായിട്ടായിരിക്കും. എന്തായാലും ഇപ്പോൾ പ്രവർത്തകരൊക്കെ തന്നെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. ഈ റോഡ് ഷോയോട് കൂടിയാണ് 2 ദിവസത്തെ കേരള സന്ദർശന പരിപാടി പ്രധാനമന്ത്രി തുടക്കമിടുന്നത്. ഇന്ന് ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം തങ്ങും. നാളെ രാവിലെ അദ്ദേഹം ഗുരുവായൂർക്ക് പോകും. അവിടെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും. ഇതോടൊപ്പം തന്നെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം അദ്ദേഹം നടത്തും. നേരത്തെ 2019 അദ്ദേഹം സ്ഥിരമായി അവിടെ എത്താറുണ്ട്. അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ അദ്ദേഹം നിശ്ചിതമായിട്ടുള്ള സമയത്ത് ഗുരുവായൂരിൽ അദ്ദേഹം എത്തി തൊഴുന്ന പതിവുണ്ട്. അതിനുശേഷം അദ്ദേഹം നേരെ പോവുക തൃപ്രയാറിലേക്കായിരിക്കും. തൃപ്രയാറിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തും. ഈ ഘട്ടത്തിൽ അദ്ദേഹം അവിടെ എത്തുന്നതിലും വലിയൊരു പ്രാധാന്യമുണ്ട്. കാരണം 22-ന് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോവുകയാണ്. അത് ആ ഒരു ചടങ്ങിന് മുന്നോടിയായിട്ട് അദ്ദേഹം എത്തുന്നു. അദ്ദേഹം മറ്റൊരു ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു. എന്തായാലും ഇപ്പോൾ പ്രവർത്തകരൊക്കെ ഇവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവരുടെ നേതാവിനെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ പദ്ധതി അവർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കേന്ദ്ര നേതൃത്വം തന്നെ അതിന് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. 2014-ലും 2019-ലും നടക്കാതെ പോയിട്ടുള്ള സ്വപ്നം അത് ഈ ഘട്ടത്തിലെങ്കിലും സാക്ഷാത്കരിക്കുക എന്നതാണ് BJPയുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ട. അതിന് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ ഒരു 400 സീറ്റ് ലക്ഷ്യം എന്ന കാര്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കണമെങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് സീറ്റുകൾ വേണം. അതുകൊണ്ടാണ് കേന്ദ്ര നേതൃത്വം തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഇറങ്ങിക്കൊണ്ട് ഇതിനുള്ള കാര്യങ്ങൾ നീക്കുന്നത്. അതോടൊപ്പം ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗം നാളെ നടക്കുന്നുണ്ട്. അത് വിവിധ ബൂത്തുകളെ ഏകോപിപ്പിക്കുന്ന BJPയുടെ സംവിധാനമാണ് ശക്തി കേന്ദ്ര. BJP തന്നെ നേരത്തെ ഈ ബൂത്ത് സംവിധാനത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ശക്തിമത്തായിട്ടുള്ള ബൂത്ത് സംവിധാനം എന്നതാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ BJP നേതൃത്വം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സംഘടനാ ഘടനയാണ് ഈ ബൂത്ത്, പ്രത്യേകിച്ചും ശക്തി കേന്ദ്ര. അതുകൊണ്ട് അത്തരം കോർഡിനേറ്റർമാരുടെ യോഗത്തിൽ അദ്ദേഹം സംബന്ധിക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ, എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുണ്ട്. അവിടെയൊന്നും മോദി അങ്ങനെ പങ്കെടുത്തിട്ടില്ല. പക്ഷേ അദ്ദേഹം ആദ്യമായി പങ്കെടുക്കുന്ന ഒരു സ്ഥലം കേരളമാണ്. അതുകൊണ്ട് തന്നെ ഒരു നാഷണൽ ഒരു പ്രാധാന്യം അതിൻ്റെ ഭാഗമായി തന്നെയുണ്ട്. കാരണം അദ്ദേഹം താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് കൊടുക്കുന്ന മാർഗനിർദ്ദേശം അതെങ്ങനെയായിരിക്കും എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം, ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിനുള്ള വഴികൾ, ആ ലക്ഷ്യം സാർത്ഥകമാക്കുന്നതിനുള്ള രീതികൾ എല്ലാം പ്രധാനമന്ത്രി ആ യോഗത്തിൽ വിശദീകരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് കൂടുതൽ പ്രവർത്തകർ, കൂടുതൽ കാര്യകർത്താക്കൾ ആ യോഗത്തിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വിപുലമായിട്ടുള്ള പരിപാടികൾ ഇവിടെ ഉണ്ട്. ഇതോടൊപ്പം തന്നെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിനൊപ്പം തന്നെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള പരിപാടി എന്ന നിലയിൽ കൂടി കേന്ദ്രത്തിൽ നിന്നുള്ള മറ്റ് നേതാക്കൾ, കേന്ദ്രമന്ത്രിമാർ മറ്റാരെങ്കിലും പങ്കെടുക്കുന്നോ? കേരളത്തിന്റെ പ്രഭാരി കൂടാതെ മറ്റ് നേതാക്കൾ കൂടി പങ്കെടുക്കുന്നുണ്ടോ ഈ ചടങ്ങിൽ?
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ അദ്ദേഹം ഇവിടെ എത്തുകയും ഈ കപ്പൽശാലയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വകുപ്പ് കൂടിയാണ്. അദ്ദേഹം അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്തിരുന്നു. അവിടെ 4000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഇപ്പോൾ അവിടെ ഒരു ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഡ്രൈ ഡോക്ക്, അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള അറ്റകുറ്റപ്പണി, കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം, ഇത് അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ട്. അങ്ങനെ കേന്ദ്രമന്ത്രിമാർ കഴിഞ്ഞ കുറേ നാളുകളായി അത്തരം വിവിധ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്താറുണ്ട്. ഇനി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ശേഷം വരും ദിവസങ്ങളിൽ അമിത്ഷാ കേരളത്തിൽ സന്ദർശനം നടത്തും. അതോടൊപ്പം തന്നെ BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ കേന്ദ്ര നേതാക്കളുടെ അടക്കം വിപുലമായിട്ടുള്ള ഒരു ടൂർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേരളത്തിലേക്കുള്ള ഒരു സന്ദർശനം അത് നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ നടപടിക്രമങ്ങളുടെ ഭാഗമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ്. മാത്രമല്ല മറ്റൊരു കാര്യം BJP മുന്നോട്ട് വെച്ചത് കേന്ദ്ര പദ്ധതികൾ താഴെത്തട്ടിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം, അതിൻ്റെ ഭാഗമായിട്ടുള്ള വികസിത് സങ്കല്പ യാത്ര ഇപ്പോൾ എല്ലായിടങ്ങളിലും നടക്കുന്നുണ്ട്. അങ്ങനെ വിവിധ പദ്ധതികൾ, പ്രത്യേകിച്ചും ബാങ്കുകളുമായി ചേർന്നുകൊണ്ടുള്ള പദ്ധതികൾ, ദേശസാൽകൃത ബാങ്കുകളുമായി ചേർന്നുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികൾ, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ BJP അതിൻ്റെ താഴെത്തട്ടിൽ നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. മാത്രമല്ല കഴിഞ്ഞ തൃശ്ശൂരിൽ അദ്ദേഹം എത്തിയപ്പോൾ പറഞ്ഞത് മോദിയുടെ ഗ്യാരണ്ടി, അതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ, അതടക്കം മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് നേടിയിട്ടുള്ള അതിൻ്റെ ഗുണഭോക്താക്കൾ, ഇവരൊക്കെ അണിനിരത്തിക്കൊണ്ട് അത്തരം നീക്കങ്ങളാണ് BJP നടത്തുന്നത്. അതായത് വികസനവും വിശ്വാസവും, ആ രണ്ട് വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള മുന്നോട്ട് പോക്കാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ കണ്ടിട്ടുള്ളത്. ആ രണ്ട് ചേരുവയും ചേർത്തുകൊണ്ട് വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം എന്നതാണ് BJP ലക്ഷ്യം വെക്കുന്നത്. അതിലേക്ക് നടന്നെടുക്കാനുള്ള ശ്രമം, അതിലേക്ക് കൂടുതൽ സീറ്റുകൾ നേടാനുള്ള ശ്രമം, അതാണ് ദക്ഷിണേന്ത്യയിൽ നിന്നും BJP ആഗ്രഹിക്കുന്നത്. ആന്ധ്രാപ്രദേശ് കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സീറ്റ് വൈസ് സംഘടനാശേഷി ആ നിലയിൽ BJPക്ക് കൈവന്നിട്ടില്ല. അവിടെ പ്രധാനമന്ത്രി കൂടുതലായി പോകുന്നു, ദേശീയ നേതാക്കൾ കൂടുതലായി പോകുന്നു, അവിടെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നു, അവിടെ ചില ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഒരു കൂടുതൽ ബന്ധം അതുമായി ബന്ധപ്പെട്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം തമിഴ്നാട്ടിൽ പ്രത്യേകിച്ചും ഈ പൊങ്കൽ ഉത്സവങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അങ്ങനെ ഓരോ പദ്ധതികളും അല്ലെങ്കിൽ ഓരോ വിശ്വാസ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ നേരത്തെ ഈ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ള വാരണാസി, അതോടൊപ്പം തന്നെ തമിഴ്നാട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഗമങ്ങൾ, വാരണാസിയിൽ തന്നെ തമിഴ് സംഗമമൊക്കെ നടത്തി. അങ്ങനെ ഓരോരോ സംസ്ഥാനങ്ങളും പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിലുള്ള സംസ്ഥാനങ്ങളെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഓരോ ചേരുവകൾ ചേർത്തുകൊണ്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ ആറോളം വരുന്ന A ക്ലാസ് മണ്ഡലങ്ങൾ, അവിടെ കൃത്യമായൊരു പ്ലാറ്റ്ഫോം ഒരുക്കുക, ഫലഭൂയിഷ്ടമായ ഒരു മണ്ണൊരുക്കുക. അത് BJPയെ സംബന്ധിച്ചോളം കഴിഞ്ഞ നാളുകളിൽ ഒരു കിട്ടാക്കനിയായി മാറിയ കേരളത്തിൽ അതിന് സാമൂഹ്യമായിട്ടുള്ള ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിലും BJPക്ക് കയ്പുനീരായി മാറുന്ന ഘട്ടമൊക്കെ ഉള്ളപ്പോൾ ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമിലേക്കാണ് പ്രധാനമന്ത്രി വരുന്നത്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയ രാഷ്ട്രീയത്തിൽ പോലും പ്രാധാന്യമുള്ള ഈ ശക്തി കേന്ദ്ര എന്ന ഒരു പൊളിറ്റിക്കൽ ഫോറം, BJPയുടേതായിട്ടുള്ള അടിത്തട്ടിൽ നിന്ന് മുകളിലോട്ടുള്ള BJPയുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് ഗുണപരമായ ഒരു ഫോറം, അതിലേക്ക് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്.